के शरीर में हाथ नहीं रखना चाहिए, अच्छी बात नहीं है। तो मैंने कहा ठीक है प्रभु के दास, उनके उस दुख को देखकर मैंने उनके शरीर पे हाथ। പിറ്റേ ദിവസം ഞാൻ അവരോട് പറഞ്ഞു, പുരുഷന്മാരെല്ലാം ഇവിടെ നിൽക്കണം, സ്ത്രീകൾ വേറെ നിൽക്കണം. മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഈ പുരുഷന്മാരെല്ലാം ഞാൻ പറഞ്ഞു ദേവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. और दूसरे दिन मैंने कहा पुरुष लोग सब एक तरफ खड़े रहना, स्त्री लोग एक तरफ खड़े रहना। मीटिंग के पश्चात मैंने कहा कि मैं मीटिंग के पश्चात सिर्फ स्त्रियों के लिए प्रार्थना करूंगी और पुरुष लोगों के लिए प्रभु का दास प्रार्थना करेगा। ഞാൻ വെറുതെ ഇടർച്ച ഉണ്ടാക്കാൻ പോകണ്ട, എന്തിന്റെ തർക്കമില്ല വാദമില്ല. ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണെ അങ്ങനെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ ദേവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. और मैंने कहा झगड़ा करने नहीं जाएंगे, जो भी है सब तर्क वितर्क सब छोड़कर प्रभु के दास लोग आपके लिए प्रार्थना करें। ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ ഇതുങ്ങളെല്ലാം ഓടി അവിടുന്ന് ഇപ്പുറത്ത് വന്നിരിക്കും. और मैंने देखा तो वो सब दौड़कर वहां से यहाँ पर आ गए। അവർക്ക് വേണ്ടി ഇത് ഒരു ആശ്വാസത്തിന്റെ വാക്കാണ്. और उन्हें तो एक आश्वासन का वचन चाहिए। ഞാൻ ഓർത്തു ഇത് എന്തൊരു കാര്യമാണ്. വേദപുസ്തകത്തിൽ വചനം എങ്ങനെ പറയുന്നു, നിങ്ങൾ രോഗികളുടെ മേൽ കൈവെക്കും. और मैंने कहा कि कैसी बात है, यहाँ बाइबल में लिखा है तुम बीमारों पर हाथ रखोगे। ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത ഒരാളെന്ന് പറയുമ്പോൾ നിങ്ങൾ രോഗികളുടെ മേൽ കൈവെക്കുമെന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീ വെക്കരുത് പുരുഷനെ വെക്കാം അങ്ങനൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. और परमेश्वर के वचन में जब लिखा है कि बीमारों पर हाथ रखना, तो वहाँ कोई स्त्री हाथ रखना या पुरुष हाथ रखना ऐसा नहीं लिखा है। നമ്മളെ പുരുഷന്മാരുടെ ഒന്നും തലയിൽ കൈവെക്കുന്നില്ല. और हम पुरुषों के सिर पर हाथ नहीं रख रहे हैं। ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ ഒരാളിന്റെ പ്രശ്നമല്ല നമുക്ക് വിഷയം, നമ്മൾ നിയമമാണ് കൊണ്ടുവരുന്നത്. और वहाँ पर एक व्यक्ति की समस्या हमारे लिए विषय नहीं है, लेकिन हम नियमों को लेकर आते हैं। എന്റെ തമ്പുരാന്റെ വിഷയം നിയമവും ചട്ടക്കൂടുമല്ല. മനുഷ്യനെ ഉണ്ടാക്കി പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവത്തിന് മനുഷ്യന്റെ പ്രശ്നമാണ് അവന്റെ പ്രശ്നം. मेरे परमेश्वर के लिए नियम विषय नहीं है, लेकिन मेरे परमेश्वर चाहता है, उसने जो मनुष्यों को बनाया उसकी समस्या उसके लिए विषय है। ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया। അപ്പോൾ നോക്കിക്കേ, യേശു കർത്താവിനോട് ചോദിച്ചു ശബ്ബത്തിൽ ഇവനെ സൗഖ്യമാക്കുന്നത് വിഹിതമോ? तो देखिए यीशु प्रभु से वो पूछ रहे हैं क्या सब्त के दिन भी चंगा करना उचित है? കർത്താവ് പറഞ്ഞു നിങ്ങളിൽ ഒരുത്തൻ ഒരു ആടുണ്ടെന്നിരിക്കട്ടെ, അത് ശബ്ബത്തിൽ കുഴിയിൽ വേണം, നിങ്ങൾ അതിനെ പിടിച്ച് കയറ്റത്തില്ലേ? और प्रभु ने इस प्रकार से उनसे पूछा, मान लो तुम्हारे पास एक भेड़ है, यदि वो गड्ढे में गिर जाए क्या सब्त के दिन तुम उसे बाहर नहीं निकालोगे? എന്നാൽ മനുഷ്യന് ഈ ആടിനേക്കാൾ എത്രയോ വിശേഷതയുള്ളവൻ. लेकिन मनुष्य तो इस भेड़ से कितना ज्यादा विशेष है। അവൻ പറഞ്ഞു ആകയാൽ ശബ്ബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. और उसने कहा शब्द के दिन ठीक करना उचित है। എന്നിട്ട് കർത്താവ് മനുഷ്യനോട് ഒരു കൈ നീട്ടാൻ പറഞ്ഞു. और फिर मेरे प्रभु ने उस व्यक्ति से कहा कि अपने हाथ को बढ़ा। എന്റെ ഭാഷ പറഞ്ഞ എന്റെ തന്റെയുടെ സ്വഭാവത്തിന് കർത്താവ് പറഞ്ഞ ഭാഷ ഞാൻ വ്യാഖ്യാനിച്ച് പറയണേ, നീട്ടടാ നിന്റെ കൈ എന്ന്. और यदि मैं अपनी भाषा में कहूंगी तो मैं कहूंगी हाथ बढ़ा भी। അവന്റെ കൈ, അവന്റെ വരന്റെ കൈ മറ്റേ കൈ പോലെയായി. और उसका सूखा अंग सूखा हाथ दूसरे हाथ के समान हो। പരീശന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിക്കുവാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. और फरीसियों ने उसके विरोध में उससे नुकसान पहुंचाने की योजना बनाई। ഞാൻ പറയുന്ന സിസ്റ്റം ഉണ്ടാക്കിയ ചട്ടക്കൂടിനകത്ത് നീ ഒതുങ്ങിയില്ലെങ്കിൽ നിന്നെ ഒതുക്കാൻ അവര് പരിപാടിയുണ്ട്. और मैं कहता हूं कि नियमों के उस दायरे में तुझे दबाने के लिए नहीं, तुझे दबाने की वो योजना बनाते हैं। ഹല്ലേലൂയ. हालेलुया। ഇങ്ങനെ നടന്നിടത്താണ് യേശു കർത്താവിനെ കുറിച്ച് ഇവിടെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ഒരു വേദഭാഗം ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. और ऐसे चलते समय में यशायाह नबी ने जो कहा है वो एक बात यहाँ पर परमेश्वर के कलाम में ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, और ये मैंने जो चुना मेरा दास, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ, और मेरा प्रिय जिससे मेरा मन प्रसन्न है। ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വയ്ക്കും. मैं अपना आत्मा उस पर उंडेलूंगा അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. और वह अन्य जातियों को न्याय का समाचार देगा। അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല, ആരും തെരുവുകളിൽ അവന്റെ ശബ്ദം കേൾക്കുകയും. वह न झगड़ा करेगा और न धूम मचाएगा और न बाजारों में कोई उसका शब्द सुनेगा। എന്നിട്ട് പറയാണ് ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല. और इसके बाद वो कहता है कि वह कुचले हुए सरकंडे को ना तोड़ेगा പുകയുന്ന തിരി കെടുത്തി കളയുകയില്ല. और धुआं देती हुई बत्ती को ना അവൻ बुझाएगा। ന്യായവിധി ജയത്തോളം നടത്തും. और वो जब तक वह न्याय को प्रबल ना कराए, അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും. और अन्य जातियां उसके नाम पर आशा रखेगी। ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ. हालेलुया। ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനുഷ്യന്റെ ഹ്യൂമൻ നേച്ചർ അനുസരിച്ച്, നമ്മുടെ സമൂഹത്തിന്റെ വ്യവസ്ഥിതി അനുസരിച്ച് ഒരു ചതഞ്ഞ ഓട ओडिचे दूर കളയുന്ന മനുഷ്യരാണ് നമ്മൾ. जरा सोच कर देखिए, हमारी मानसिक तौर पर हम ऐसे इंसान हैं जो हम कुछ हम उसे फेंकते हैं, कुचले हुए
सरकंडे को हम फेंकते हैं। ഒരു ചതഞ്ഞ ഓട എടുത്ത് അതിനെ റിപ്പയർ ചെയ്യാനോ അതിന്റെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനോ ആരും മെനക്കെടുകയില്ല, दूर कलेवड़ता। और देखिए कुचले हुए सरकंडे को कोई भी उसे रिपेयर करना या उसके पुराने तरीके से वापस लाना नहीं चाहता, लेकिन उसे वो दूर फेंकना चाहता है। हालेलुया 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 हालेलुया। നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ, സൗന്ദര്യമില്ലെങ്കിൽ, പണമില്ലെങ്കിൽ, സ്ഥാനങ്ങളില്ലെങ്കിൽ നിന്നെ ഈ ലോകത്തിന് വേണ്ട। हमारे पास यदि पैसा नहीं है, सौंदर्य नहीं, खूबसूरती नहीं है, यदि पढ़ाई नहीं है, तो संसार आपको ग्रहण नहीं करेगा। ആമേൻ ആമേൻ। എവിടെയെങ്കിലും ഒരു തിരി പുകയുന്നത് കണ്ടാൽ ആരും പറയത്തില്ല അതിന്റെ അറ്റം മുറിച്ച് ഒരു ഇത്തിരി എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് അതൊന്ന് ചൊവ്വയെ കത്തിച്ച് ആരും പറയത്തില്ല, അവര് പറയാം അതിനെ കെടുത്തിക്ക്। एक बत्ती से यदि धुआं निकलता है तो कोई भी नहीं कहेगा कि इसको थोड़ा काट दो और इसमें थोड़ा तेल डालकर फिर से जलाओ, लेकिन लोग यही कहेंगे कि इसे बुझा दो। ആമേൻ आमीन। എന്ന് പറഞ്ഞാൽ നീ ജീവിക്കുന്ന സമൂഹം, कारण कि तू जिस समाज में जीता है, നീ ഉൾപ്പെട്ടു നിൽക്കുന്ന കുടുംബം, और जिस परिवार में तू रहता है, നീ ആയിരിക്കുന്ന വ്യവസ്ഥിതി, और तू जिस परिस्थितियों में रहता നിന്റെ है, തകർന്ന അവസ്ഥ കണ്ട് മനസ്സലിയുന്നവരല്ല, तेरे टूटे हुए अवस्था को देखकर നിന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരാ। वो सब तुझे त्यागना चाहते എന്നാൽ हैं। എന്റെ പൊന്നു തമ്പുരാനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുകയാണ്, लेकिन मेरे प्रभु के विषय में यहाँ लिखा है, അവൻ ചതഞ്ഞ ഓട ഓടിക്കാത്തവനാണ്, वह कुचले हुए सरकंडे को ना तोड़ेगा, അവൻ പുകയുന്ന തിരി കെടുത്തി കളയാത്തവനാണ്, और धुआं देती हुई बत्ती को वो ना बुझाएगा, ജാതികൾ അവന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും, और अन्य जातियां उसके नाम पर आशा അവൻ रखेंगी, ന്യായവിധി അന്ത്യത്തോളം നടത്തും। और जब तक वो न्याय को प्रबल ना कराए। എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്ത് വിട്ടുകളയാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം। और कहने का मतलब यही है कि कभी भी ना छोड़ने वाला है हमारा ഞാൻ परमेश्वर। ഈ സത്യാന്വേഷിയായി എന്റെ കുടുംബത്തിന്റെ ശാപം എന്താ ഉണ്ടായെന്ന് ഇങ്ങനെ സത്യാന്വേഷിയായി ഇങ്ങനെ 18 വർഷം നടന്ന ഒരാളാണ്। और वे सत्य की खोज में 18 साल घूमते रही ऐसी व्यक्ति हूँ। ഞാൻ വിവിധ മതങ്ങളും അതിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ പഠിക്കുകയും അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ്। मैं विभिन्न प्रकार के आचारों अनुष्ठानों को करती हुई पढ़ाई करके वो सब करने वाली एक स्त्री थी। എന്തുകൊണ്ട് എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ശാപം വന്നു? और क्यों मेरे परिवार में इस प्रकार श्राप आया? നോക്കിക്കേ, പക്ഷവാതം എന്ന് പറഞ്ഞ തളർവാദ രോഗം, और देखिए ये लकवे का मारा हुआ, മാനസിക രോഗം, मानसिक बीमारियां, മദ്യപാനം, शराब की बीमारी അകാല മൃത്യു, और अचानक मृत्यु। ഇതൊക്കെ എന്തുകൊണ്ട് എന്റെ കുടുംബത്തെ വേട്ടയാടിയെന്ന് ഞാൻ എങ്ങനെ അന്വേഷിച്ച് നടന്ന ഒരാളാണ്। और ये सब कुछ मेरे परिवार में क्यों आया, ये मैं खोज खोज कर घूमने वाली स्त्री थी। ഒരു കാര്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി, एक बात मुझे पता चली, ഈ പ്രശ്നമുള്ളവരെ ഒഴിവാക്കാനാ സമൂഹം ശ്രമിക്കുന്നത്। समाज चाहता है कि जो ये समस्या वाले लोग हैं उनसे वो दूर हो जाए। എന്നാൽ എന്റെ കർത്താവിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ, लेकिन मेरे प्रभु के विषय में जब मैंने അവൻ जाना, പ്രശ്നമുള്ളവരുടെ പുറകെ നടന്നവരെ കണ്ടുപിടിച്ച് സഹായിക്കാൻ वो ശ്രമിക്കുന്നു। समस्या वालों के पीछे चलकर उनकी सहायता करने वाला प्रभु है। ഞാൻ ആത്മമണ്ഡലത്തെ കുറിച്ച് പഠിച്ചപ്പോൾ मैं आत्मा के क्षेत्र के विषय में जब पढ़ी, നോക്കിക്കേ, ഒരു പഴുതുണ്ടെങ്കിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ നോക്കുന്ന ദൈവം, और देखिए थोड़ी भी कोई कमियां हैं तो हमें बचाने के लिए आने वाला ഒരു परमेश्वर। പഴുതുണ്ടെങ്കിൽ അതിനകത്തൂടെ കിടന്ന് നമ്മളെ തകർക്കാൻ നോക്കുന്ന പൈശാചിക മണ്ഡലം, और एक छोटी सी बात है तो उसमें से हमें तोड़ने वाली शैतानिक बातें, നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഏത് എക്സ്റ്റെന്റ് വരെയും പോകാൻ തയ്യാറായ നമ്മുടെ കർത്താവ്, और हमें बचाने के लिए भी किसी भी हद तक पहुंचने वाला हमारा प्रभु। ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ തകർക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു പഴുത് കണ്ടുപിടിച്ച് നമ്മുടെ ജീവിതത്തിൽ കിടന്നു വന്ന് നിൽക്കുന്ന പൈശാചിക മേഖലകൾ, और हमें नष्ट करने के लिए हमारे जीवन में आने वाली एक शैतानिक बातें। അവൻ അതുകൊണ്ടാ പറഞ്ഞ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എന്റെ അടുക്കൽ വാ। और इसलिए यीशु मसीह ने कहा है, परिश्रम करने वाले और बोझ से दबे लोगों मेरे पास आओ, അല്ലയോ ദാഹിക്കുന്നവരും और सारे प्यासे लोगों വെള്ളമില്ലാത്തവരും और जिनके पास घर नहीं है वो मेरे पास आओ। ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ നോക്കിക്കേ, ഇങ്ങനെ വിളിക്കുകയാണ്, അവന്റെ അടുത്തോട്ട് വിളിക്കുകയാണ്, और देखिए वो अपने पास बुला रहा है, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും। और मैं तुम्हें आश्वासन दूंगा। ഹല്ലേലൂയ. हालेलुया। എന്റെ അടുക്കൽ വന്ന് നിങ്ങൾ കുടിക്ക്। मुझ में से होकर तुम पियो। ഹല്ലേലൂയ. हालेलुया।
നാട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും വയ്യാത്ത പ്രയാസം ആളുകളുടെ പുറകെ ഞാൻ നടക്കുന്നതിന് എൻ്റെ അമ്മ പറയും വഴിയെ പോകുന്ന വയ്യാവേലി ഇവള് 10 പലിശയ്ക്ക് എടുക്കുമെന്ന് പറയും. और किसी के पीछे मैं जाती हूँ तो मेरी माँ इस प्रकार से कहती है कि ये 10 में से 1 को ब्याज पर ले लेगी. ആമേൻ. आमीन. അതാണ് ക്രിസ്തുവിന്റെ മനസ്സ്. और वो मसीह का मन है. പ്രശ്നമാണെന്ന് അറിഞ്ഞ് അവനെ ഒഴിവാക്കുന്നതിന് നിനക്ക് കൃപയുടെ ആവശ്യമൊന്നുമില്ല. और बहुत समस्याओं को जानकर उसे हटा देना उसके लिए तुझे अनुग्रह की जरूरत नहीं है. സമ്പന്നന്മാരുടെ പ്രമാണിമാരുടെ പുറകെ പോകുന്നതിന് കൃപയുടെ ആവശ്യമൊന്നുമില്ല. और धनवान और धनाढ्य लोगों के पीछे चलने के लिए किसी अनुग्रह की जरूरत नहीं है. ഹല്ലേലൂയ. हालेलुया. അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. वो तो कोई भी कर सकता है. പ്രയാസമുള്ളവർക്ക് समस्या वाले जो ബുദ്ധിമുട്ടുള്ളവർക്ക് है സഹായമാകാൻ ദൈവം നമ്മളെ जो വിളിച്ചിരിക്കുന്നു. तकलीफ वाले हैं उनकी सहायता करने के लिए प्रभु ने हमें बुलाया है. ഹല്ലേലൂയ. हालेलुया. ഇങ്ങനെ യേശുവിനെ ഇവര് പുറകെ നടന്നവനെ എലിമിനേറ്റ് ചെയ്യാൻ ഒഴിവാക്കാൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മത സമൂഹത്തിന്റെ മധ്യത്തിൽ और इस प्रकार यीशु मसीह के पीछे चलकर उसे इनकार करने के लिए ऐसे घूमने वाले लोगों के बीच में മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം വരുമ്പോൾ അവൻ ദൈവരാജ്യത്തെ കുറിച്ച് തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന നമുക്ക് കാണാം. मरकुस रचित सुसमाचार 4 अध्याय जब हम देखते हैं तो वहाँ वो अपने चेलों से परमेश्वर के राज्य के विषय में बातचीत कर रहा है. അന്ന് സന്ധ്യയായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു നാം അക്കരയ്ക്ക് പോകാം. और संध्या हुई तो उसने चेलों से कहा आओ हम उस पार चले. നമുക്കറിയാം ആ ഭാഗം എടുത്ത് പഠിക്കുമ്പോൾ വലിയ കാറ്റും കോളും ഒക്കെ ഉണ്ടായി പടക് മുങ്ങാറായി ഇതൊക്കെ നമുക്കറിയാവുന്ന ഭാഗം. और हम जानते हैं उन भागों को जब वहाँ पर बहुत ही आंधी और तूफान आई और नाव हिलने और डुलने लगी. ഗദരദേശത്ത് ചെന്നപ്പോൾ നമുക്കറിയാം ലഗ്യോനായി 6000-ൽ പരം ഭൂതമുള്ള ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കി നമുക്കറിയാം. और गिरासेनियों के देश में जब वो पहुंचा तो हम जानते हैं कि 6000 दुष्टात्मा वाले एक व्यक्ति को उसने चंगाई दी. ഇവൻ നാളുകളായി കല്ലറയിൽ ചങ്ങലകിട്ട് ചങ്ങല ഉരുമ്മി ഒടിച്ച് അവൻ കാടുകളിലേക്ക് ഓടിപ്പോവുകയും കല്ലുകൊണ്ട് തന്നെത്താൻ ചതിക്കുകയും ചെയ്യുന്നവന് സുബോധം വന്നെന്ന് കേട്ടിട്ട് ആളുകൾ വന്ന് കാണാൻ തുടങ്ങി. और वो व्यक्ति ऐसा था जो जंगलों में रहा करता था और कब्रों में रहा करता था. उसके हाथों जंजीरों बेड़ियों से जकड़े हुए थे और वो अपने शरीर को पत्थर से घायल किया करता था. जब उसे भला चंगा देखा तो लोग पूछने लगे. അവിടെ മേഞ്ഞു നടന്നിരുന്ന പന്നിക്കൂട്ടത്തിലേക്ക് ഈ ഭൂതം കടന്ന് പന്നി കടന്നൂക്കാട് കടലിൽ ചാടി ചെത്തപ്പോൾ അതിന്റെ ഉടയക്കാരൻ പറഞ്ഞു ഇവിടെ വിട്ടുപോകാൻ പറഞ്ഞു. और जब दुष्टात्मा उसे छोड़कर सुअरों के झुंड में बैठ गई तब उसके अधिकारी ने कहा कि तू यहाँ से चला जा. എന്താണേലും യേശു ഗദരദേശത്ത് നിന്ന് ഇക്കരയ്ക്ക് വരികയാണ്. चाहे कुछ भी हो यीशु मसीह गिरासेनियों के देश से इस पार आ रहा है. ഇക്കരയ്ക്ക് വരുമ്പോഴേക്ക് വലിയൊരു പുരുഷാരം അവന്റെ അടുക്കൽ വന്നു. और जैसे वो आया बड़ी एक भीड़ उसके पास आई. നമ്മൾ പറയുന്ന ഒരു നിയമത്തിനും മനുഷ്യനെ തടയാനൊക്കത്തില്ല. എവിടെ വിടുതലുണ്ടോ അവിടെ മനുഷ്യൻ പോകും. और कोई भी कहता है कि कोई भी नियम मनुष्य को रोक नहीं सकती. जहाँ छुटकारा है वहाँ वो जाएंगे. എന്റെ നിന്റെ സ്മാർട്ട്നെസ് കൊണ്ടല്ല നമ്മുടെ യേശുവിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നവരാണ് നമ്മുടെ അടുത്ത് വരുന്നത്. आपकी और मेरी होशियारी के कारण नहीं है लेकिन हमारे प्रभु यीशु मसीह को जानकर वो हमारे पास आते हैं. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. മതനേതൃത്വം എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും റോമൻ ഭരണകൂടം എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ശതാധിപൻ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ജനത്തിന് പ്രശ്നമല്ല. അവരെല്ലാം വലിയൊരു കൂട്ടം യേശുവിന്റെ അടുക്കൽ വന്നുകൂടി. धर्म के लोग चाहे कुछ भी कहे और समाज कुछ भी कहे और रोमी साम्राज्य भी कुछ भी कहे लेकिन वो सब यीशु मसीह के നമ്മൾ पास. ഇന്നലെ സംസാരിച്ച യായിറോസും യേശുവിന്റെ അടുത്ത് വന്നു. हमने इस प्रकार से बीते रात सुना कि याईरोस भी यीशु मसीह के पास യേശു आया. യായിറോസിന്റെ കൂടെ പോകുമ്പോ यीशु मसीह जब याईर के साथ जा रहा था അതിന്റെ 5-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ और 5 अध्याय के 25 वचन में 12 സംവത്സരമായി 12 वर्ष से രക്തസ്രാവം ഉള്ളവളായി लहू बहने वाली പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് और कई वैद्यों के द्वारा उसने दुख उठाया. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും सब कुछ अपना खर्च करने के बाद ഒട്ടും भी ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. और उसे कुछ भी हासिल नहीं हुआ. ऐसी एक स्त्री ने यीशु मसीह के बारे में सुना. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചെന്നെ കേട്ടെ. चलो आप मुझे ध्यान से सुने. ഈ സ്ത്രീക്ക് പേരില്ലേ? इस स्त्री का नाम नहीं है. ഈ സ്ത്രീക്ക് കുടുംബം പേരില്ലേ? इस स्त्री का क्या पारंपरिक नाम ഈ नहीं है. സ്ത്രീക്ക് മാതാപിതാക്കളില്ലേ? क्या इस स्त्री को माता पिता नहीं है. ഈ സ്ത്രീയുടെ ഭർത്താവിന് പേരില്ലേ? क्या इस स्त्री के पति का नाम नहीं है. ഇതൊന്നും പറയാനില്ല. അവളെ ഇപ്പൊ സമൂഹം അറിയുന്നത് രക്തസ്രാവം ഉള്ളവളായി. ये कुछ भी नहीं. अभी समाज उसे जानता है लहू बहने वाली स्त्री. എന്ന് പറഞ്ഞാൽ ഈ ന്യായപ്രമാണം അനുസരിച്ച് അശുദ്ധ എന്ന്
വിധിക്കപ്പെട്ട് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ആർക്കും വേണ്ടാത്ത ഒരു സ്ത്രീ. कहने का मतलब व्यवस्था को जानकर समाज में तिरस्कार की गई, कोई भी नहीं चाहता ऐसी एक स्त्री. ഇവളെ വിളിക്കുന്നത് കേട്ടില്ലേ? इसको बुलाते हो आपने देखा नहीं? രക്തസ്രാവക്കാരി, लहू बहने वाली. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. ഇപ്പൊ ഇവളെ അറിയുന്നത് ഇവിടെ രോഗത്തിന്റെ പേരില. अभी इसको जो जाना जाता है वो इसके बीमारी के नाम पे है. സമൂഹം അവളുടെ മുഖം മറന്നു, समाज उसके मुख को भूल गया, സമൂഹം അവളുടെ പേര് മറന്നു. समाज उसका नाम भूल गया. സമൂഹം ആരൊക്കെ ഇപ്പൊ ഓർത്തിരിക്കുന്നത്? രക്തസ്രാവക്കാരി. समाज बस अभी यही जानता है कि ये लहू बहने वाली है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. അവളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: 12 സംവത്സരമായി രക്തസ്രാവം ഉള്ളവളായി. और उसके विषय में ऐसा लिखा है 12 वर्ष से लहू बहने वाली. അതിന്റെ ഒരു വലിയ എന്താ പറയുന്ന ട്രാജഡി എന്താന്ന് വെച്ചാൽ, उसकी बड़ी ट्रेजेडी क्या है यदि हम जाने? ഇത് എല്ലാവർക്കും അറിയാം. ഇവൾ അശുദ്ധി എന്ന ന്യായപ്രമാണം ഇവളെ വിധിച്ച് ഇവൾക്ക് മംഗളകർമ്മങ്ങളിൽ ഒന്നും പങ്കെടുക്കാൻ കഴിയുകയില്ല എന്നും സ്വന്തം വീട്ടിൽ തന്നെ അവൾ അന്യാണെന്നും എല്ലാവർക്കും അറിയാം. सबको ये बात मालूम है कि ये समाज के द्वारा तिरस्कार की गई है. मांगलिक कार्यों में किसी में भी इसे नहीं ले जाया जा सकता है और स्वयं के घर में भी इसका तिरस्कार हुआ है. ഇവർക്കറിയാം ഇവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. പക്ഷേ ഇവളെ കാണുന്നവർക്ക് ആർക്കും ഈ പ്രശ്നം മനസ്സിലാവില്ല. इसको मालूम है कि इसके जीवन में एक ऐसी समस्या है, लेकिन इसे देखने वाले कोई भी नहीं जानते कि इसको ऐसी ഈ समस्या है. രാത്രി പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയാം. लेकिन आज की रात्रि में पवित्र आत्मा में एक संदेश कहूंगी. നിന്നെ കാണുന്ന ഒരുത്തർക്കും ഒരു പക്ഷേ നിന്റെ പ്രശ്നം മനസ്സിലാകത്തില്ല. हो सकता है आपको देखने वाले किसी भी व्यक्ति को आपकी समस्या ना पता चले, എന്നാൽ നീ മനം തകർന്ന് लेकिन आपका मन टूटा हुआ, ആരോടും പറയാൻ കഴിയാത്ത किसी से ना बोल सके, പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. ऐसी विपरीत परिस्थितियों से गुजरने वाले व्यक्ति होंगे. ഹല്ലേലൂയ. हालेलुया. നിന്റെ ചുറ്റുപാടുള്ളവർ ചിലപ്പോൾ മനസ്സിലാക്കത്തില്ല. हो सकता है आपके समाज के लोग आपको नहीं समझ ഈവൻ पाए. നിന്റെ സ്വന്തം ഭവനത്തിലുള്ളവർ പോലും ചിലപ്പോൾ हो മനസ്സിലാക്കില്ല. सकता है आपके स्वयं के परिवार के लोग आपको ना समझ पाए. ഉള്ള പ്രശ്നം ഉള്ളിൽ ഒതുക്കി വിധിയെ പഴിച്ചു കഴിയുന്ന ഒരാളായിരിക്കും നീ. और जो समस्याएं हैं उसको अंदर दबा कर जीने वाले होंगे आप. ഹല്ലേലൂയ. हालेलुया. ഇവിടെ മനസ്സ് മാത്രമല്ല തകർന്നത്, और यहाँ पर सिर्फ मन ही नहीं टूटा, അവൾ പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ചു. और वो कई वैद्यों के द्वारा उसने दुख सहा. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. हमें बहुत सारा प्रार्थना करने के कुछ विषय ഈ हैं. ആശുപത്രികൾ എന്നൊക്കെ പറയുന്നത് മിക്കവാറും ഒരു കമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാറിയിരിക്കുക. आज जो हम अस्पताल कहते हैं वो एक कमर्शियल इंस्टीट्यूट बन के बदल गया है. ഇപ്പൊ ഒരൊറ്റ പെൺകുട്ടി പോലും നോർമലായി ഇപ്പൊ പ്രസവിക്കാറില്ല. और अभी कोई भी लड़की नॉर्मल बच्चे नहीं जन्मती है. സിസേറിയൻ പറയും. उस हर के लिए ऑपरेशन नियुक्त है. സിസേറിയൻ നടന്ന കമ്മീഷൻ പോകുന്ന സ്ഥലമുണ്ട്. कारण ऑपरेशन होने पर कमीशन जाने वाला स्थान है. എന്നങ്ങോട്ട് എന്നാലും സ്കാൻ ചെയ്തോളം പറയും. और चाहे कोई भी जाए तो कहते हैं स्कैन करो. സ്കാനിങ് ആർക്ക് കമ്മീഷൻ അവർ കൊടുക്കുന്ന കമ്മീഷൻ വേറെയുണ്ട്. और स्कैनिंग वालों को वो कमीशन अलग देते हैं. ശരിക്കും പറഞ്ഞാൽ ചെല്ലുന്നവന്റെ പ്രശ്നമൊന്നും അവരുടെ പ്രശ്നമല്ല, അവർക്കിതൊരു കച്ചവടമായിട്ട് और മാറിയിരിക്കുക. छोटे शब्द में कहा तो जाने वाले की समस्या उनके लिए समस्या नहीं है, ये सिर्फ एक व्यापार में बदल गया എന്ന് है. പറഞ്ഞാൽ അവരുടെ പരീക്ഷണം മുഴുവൻ നിന്റെ മേലെ നടക്കുന്നത്. कारण कि वो अपने सारे जांच आपके ऊपर करते हैं. കഴിഞ്ഞ ഒരു ജനുവരി മാസമാണോ ഡിസംബർ മാസം बीते एक दिसंबर के महीने में 17 ദിവസം ഞാൻ ഭയങ്കര വൈറൽ ഫീവർ ആയിട്ട് കിടന്നു. और 17 दिन में बहुत ही भयंकर वायरल फीवर में रही. ഞാൻ കണ്ണ് തുറക്കത്തില്ല, ഭയങ്കര ടെമ്പറേച്ചറും ഭയങ്കര ചുമയും. ഞാൻ 17 ദിവസം കിടന്നു. और मैं आंख नहीं खोल पा रही, बहुत बुखार था और मैं 17 दिन तक पड़ी रही. ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. और मैंने कहा कि अस्पताल जाने की बात ही नहीं है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. എന്റെ കാശ് അവിടെ കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കിക്കൊള്ളുന്നു. और मैंने कहा कि पैसा वहां ले जाकर खर्च करने की जरूरत नहीं, मेरा परमेश्वर मुझे चंगाई देगा. ശരീരം മുഴുവൻ ഭയങ്കര വേദനയായിരുന്നു. और पूरा शरीर दर्द से तड़प रहा 10ാമത്തെ ദിവസം ഒരു കർത്താവിന്റെ ദാസൻ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഓൺ ദ സ്പോട്ട് ആ വേദന മാറി. और 10वें दिन एक प्रभु का दास आया, उसने मेरे लिए प्रार्थना किया, उसी समय मुझे चंगाई मिल गई. പിന്നെ പിന്നെ ഒരു 7 ദിവസം ഞാൻ കിടന്നു. और फिर अगले 7 दिन में रही. ആ ദേവദാസനോട് തന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, എന്റെ
ദാസി ശാരീരികമായി മാനസികമായി ക്ഷീണിച്ചു കിടക്കുന്ന നീ പോയി പ്രാർത്ഥിക്കും. और उस प्रभु के दास से परमेश्वर की आत्मा ने कहा, मेरी दासी अभी शारीरिक रूप में थकित है, जा उसके लिए प्रार्थना कर. എനിക്ക് ഇവൻ കഞ്ഞിവെള്ളം, വെറും ചൂടുവെള്ളം, കഞ്ഞിവെള്ളം ഒന്നും എന്റെ ചുണ്ടേ പോലും തൊടാൻ പറ്റുന്നില്ല. और मैं कुछ भी अपनी जीभ में नहीं लगा पा रही थी. ആ ദൈവദാസൻ വൈകിട്ട് വന്നു. उस प्रभु का दास रात को आया. എന്നോട് പറഞ്ഞു, കർത്താവിന്റെ ദാസിയെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ശാരീരികമായി മാനസികമായി ക്ഷീണിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. और उसने मुझसे कहा कि प्रभु की दासी आप शारीरिक मानसिक रूप से थकित हैं, आपके लिए प्रार्थना करने प्रभु ने मुझसे कहा. എന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് അല്പസമയം ആരാധിച്ചു. और वो मेरे पास बैठकर प्रार्थना करने लगे. हमें एक साथ मिलकर कुछ देर आराधना की. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ 2 ചപ്പാത്തിയും ചില്ലി ചിക്കനും കഴിച്ചു. और प्रार्थना के पश्चात मैं उठी और 2 चपाती और चिकन चिल्ली. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. ഈ വൈദ്യന്മാർക്ക് കൊടുത്ത് എന്തിനാ പരവശയാകുന്നേ? और इन वैद्यों को देखकर क्यों हम परेशान होते हैं? എന്റെ ദൈവമേ, ഹോസ്പിറ്റലിൽ ചെല്ലണം, എന്തൊരു തിരക്കാ. ओ अस्पताल में जाओ, कितनी बड़ी भीड़ है. രാവിലെ 6 മണിക്ക് വിളിച്ച് ഒരു ടോക്കൺ ചോദിച്ചാൽ പറയും 45ാമത്തെ ടോക്കണാണ്. और सवेरे 6 बजे बुलाए व्यक्ति से पूछे तो कहेगा कि 45वां टोकन है. നിങ്ങൾ ആശുപത്രി പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്. आप अस्पताल में ना जाओ ऐसा मैं नहीं कह रही हूँ, പക്ഷേ സിസ്റ്റം അങ്ങനാ. लेकिन नियम ऐसा है, सिस्टम ऐसा है. അതുകൊണ്ടാണ് ഇവളെ പല വൈദ്യന്മാരാലും इसलिए इसे कई वैद्यों के द्वारा ഏറിയൊന്ന് സഹിച്ചു. और इसने बहुत सहा. എന്നിട്ട് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും उसका जो कुछ भी था सब खर्च करने के बाद भी, വചനം പറയാണ്, ഒട്ടും ഭേദമായില്ല. और बाइबल बताती है कि उसे कुछ भी चंगाई नहीं मिली. ആമേൻ. മാത്രമല്ല, നോക്കിക്കേ, ഇവളെ കുറിച്ചൊന്ന് പഠിച്ച്, ഇവള് കയ്യിലുള്ള പണം മുഴുവൻ ചെലവഴിക്കും തോറും, और इतना ही नहीं, इसके विषय में यदि आप पढ़ेंगे तो जो इसके पैसे थे वो जब वो खर्च कर रही ഇവളുടെ थी, കണ്ടീഷൻ വേഴ്സായി വരുന്നത്. और इसकी जो परिस्थितियां और बढ़ती चली जा रही थी. ആമേൻ. हमें നാം ഒക്കെ കടന്നു പോകുന്ന ഒരു അവസ്ഥയായത്. हम जो गुजरते हैं ऐसी एक अवस्था है ये. പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിക്കും തോറും പ്രശ്നം വഷളാവുക. जब जब हम समस्याओं का समाधान करने की कोशिश करते हैं, ये समस्याएं बढ़ती जा रही है. അതാണ് പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് ഏറെ നല്ലത്. इसलिए इस प्रकार से कहा जाता है कि मनुष्य पर भरोसा रखने से बढ़कर परमेश्वर पर भरोसा रखना अच्छा है. ഇന്നൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു രീതി, എനിക്ക് നിങ്ങളുടെ ഇവിടുത്തെ ബിലായിലെ കാര്യം അറിയത്തില്ല, കേരളത്തിലെ കാര്യം ഞാൻ പറയാം. और मुझे यहाँ की बातें नहीं मालूम है, मुझे केरल की बात मालूम है, वो मैं कहती हूँ. ഒരു ചെറിയ വിഷയമുണ്ടെങ്കിൽ നാട്ടിലൊരു എല്ലാത്തിനകത്ത് ഇടപെടുന്നത് രാഷ്ട്രീയക്കാരാണ്. और एक छोटा सा विषय भी होगा तो वहाँ पर देश वाले लोग जो उस कार्य को अपने हाथों में लेते वो राजनीतिक लोग होंगे. ഗതികേട് രീതിയിൽ ഒരു രാഷ്ട്രീയക്കാരനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൻ ഏറ്റവും മാക്സിമം കോംപ്ലിക്കേറ്റഡ് ആക്കി മാക്സിമം പൈസ നമ്മുടെ കയ്യിൽ നിന്ന് വസൂലാക്കിയിട്ട് അവനത് സോൾവ് ചെയ്യും. और किसी तरीके से यदि हमने अचानक किसी राजनीतिक व्यक्ति से कह दिया तो वो हमारे बहुत पैसों को खर्च करने के बाद ही वो हमारे कार्य को सॉल्व ഞാൻ करेगा. പറയുന്നതിന്റെ ഒരു സാധനം ഇത്രേ ഉള്ളൂ, മനുഷ്യന്റെ അടുത്ത് പോയാൽ ഇത് മാത്രം നീ പ്രതീക്ഷ, അതിനപ്പുറം നീ ഒന്നും പ്രതീക്ഷിക്കണ്ട. और मैं ये कहती हूँ कि मनुष्य के पास जब तू जाता है तो सिर्फ यही आशा तू लगाए रखना, उससे बढ़कर कोई आशा ही नहीं. തിരുവെട്ടിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ട ഭൂമിയിലൊക്കെ ഊടാടിക്കൊണ്ടിരിക്കുന്നു. और इस प्रकार से परमेश्वर के वचन में लिखा है कि परमेश्वर धर्मियों को पृथ्वी पर खोज रहा है, उसकी आंखें हर एक जनों पर लगी हुई है. എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കൽ നീ മനസ്സ് വെച്ചാൽ, इसका कहने का मतलब यदि तुम परमेश्वर पर मन लगाए, മനസ്സ് വെക്കുന്നവനുണ്ടോ എന്ന് ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. परमेश्वर ये खोज रहा है कि क्या कोई परमेश्वर पे मन लगा रहा है, चित्त लगा रहा है. ആമേൻ, आमीन, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവള് വൈദ്യന്മാരുടെ അടുത്തെല്ലാം പോയിട്ട് ഏറ്റവും പരവശയായ, ഒട്ടും ഭേദമായില്ല, ഏറ്റവും പരവശയായ ഒരു സ്ത്രീ. और ये स्त्री जो बिल्कुल ठीक नहीं हुई, सारे वैद्यों पर अपना उसने पैसा खर्च कर दिया और बिल्कुल ठीक नहीं हुई. അവള് ഒരു മനോഹരമായ വാക്കാണ് പരിശുദ്ധാത്മാവോട് ഉപയോഗിക്കുന്നത്. वहाँ पर एक बहुत ही मनोहर बात पवित्र आत्मा बताता है. അവൾ യേശുവിന്റെ വർത്തമാനം കേട്ടു. और उसने यीशु के बारे में सुना. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു സംഭവം, നടന്ന സംഭവം. मैं इस प्रकार से सुनी, एक हुई हुई घटना है. ബോംബെയിൽ വെച്ച് ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ, और एक बॉम्बे में एक कोढ़ी मनुष्य,
ആ മനുഷ്യന്റെ കുഷ്ഠരോഗം വന്നിട്ട് സ്വന്തം വീട്ടുകാർ പോലും നോക്കാതെ പുള്ളിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. उस मनुष्य को जब कुष्ठ रोग हुआ तो स्वयं के घर के लोगों ने भी उसे नहीं देखा और घर से बाहर निकाल दिया. പുള്ളി റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു കീറിയ ഒരു എന്താ പറയുന്ന ട്രാക്ട് അവിടെ ഒരു നോട്ടീസിന്റെ കഷ്ണം അവിടെ കിടന്നു. और जब वो रोड से गुजर कर जा रहा था तो एक फटा हुआ ट्रैक्ट नोटिस उसके हाथ पे मिला. അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. और वो उसके ध्यान में गया. അദ്ദേഹം അതെടുത്ത് വായിച്ചു. उसने उसे लेकर पढ़ना शुरू किया. വായിച്ചപ്പോൾ അത് എഴുതിയിരിക്കുന്ന ഏതോ അവിടെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു മീറ്റിംഗ് നടക്കുക. और उसने जब वो पढ़ा तो वहाँ पता चला कि किसी के स्थान पर वहाँ ऐसी सभा का आयोजन हो रहा है. അദ്ദേഹം ഈ അഡ്രസ് തപ്പി പിടിച്ച് അവിടെ ചെന്നു. और वो उस एड्रेस को खोज कर वो वहाँ पर चला गया. ഒരു തൂണിൽ ചാരി അവിടെ ഇരുന്നു. और वहाँ पर जाकर वो एक किनारे में बैठ गया. നിങ്ങൾക്കറിയാമോ അന്ന് രാത്രി ദൈവം ആ മനുഷ്യനെ സൗഖ്യമാക്കി. आपको मालूम है उसी रात्रि परमेश्वर उस मनुष्य को चंगाई दे दी. ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया. രക്ഷപ്പെടാനുള്ള പഴുത് എന്തെങ്കിലും ദൈവം ഒരുക്കി തരും. और बचने के लिए कुछ ना कुछ मार्ग परमेश्वर निकाल कर देगा. ഈ മനുഷ്യന്റെ സൗഖ്യമായിട്ട് തിരിച്ച് നാട്ടിലെ സ്വന്തം വീട്ടിൽ ചെന്നു. और ये मनुष्य चंगा होकर वापस अपने घर को गया. വീട്ടിന്റെ കതകിനെ മുട്ടിയിട്ട് വിളിച്ചു അമ്മയെന്ന് വിളിച്ചു. और घर के दरवाजे में जाकर उसने खटखटाया, बोला माँ माँ. ഈ മകന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ അമ്മ കതവ് തുറന്നില്ല, കാരണം മകൻ കുഷ്ഠരോഗിയാ. और माँ ने जो बच्चे की आवाज को पहचान लिया लेकिन दरवाजा नहीं खोला क्योंकि माँ को मालूम है कि कोढ़ी है. ആ മനുഷ്യൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഇന്ന് കുഷ്ഠരോഗിയല്ല, ദൈവം എന്നെ സൗഖ്യമാക്കി. और उसने अपनी माँ से कहा, माँ आज मैं कोढ़ी नहीं हूँ, मेरे परमेश्वर ने मुझे चंगाई दे दी है. എന്നിട്ട് പോലും ആ വീട്ടിനകത്ത് കയറ്റാൻ അവർ മടിച്ചു. तब भी उस घर के अंदर प्रवेश कराने के लिए वो लोग डरने लगे. ഇന്ന് അദ്ദേഹം ബോംബെയിൽ ഒരു വലിയ ചർച്ച് നടത്തുക. आज वो बॉम्बे में एक बड़े चर्च के अंदर में है. നിന്നെ ആർക്കും വേണ്ടേ, എന്റെ ദൈവത്തിന് വേണം. आपको कोई भी नहीं पसंद करता, मेरा परमेश्वर आपको चाहता ഹല്ലേലൂയ. है. हालेलुया. അപ്പനും അമ്മയ്ക്കും വേണ്ടേ, ദൈവത്തിന് വേണം. माता पिता आपको पसंद नहीं करते, कोई बात नहीं, परमेश्वर आपको चाहता നിന്റെ है. ചാർച്ചക്കാർക്ക് നിന്നെ വേണ്ടേ, എന്റെ ദൈവത്തിന് നിന്നെ വേണം. आपके रिश्तेदारों को आपकी जरूरत नहीं, कोई बात नहीं, मेरा यीशु आपको ഹല്ലേലൂയ. चाहता है. ഏറ്റവും പരവശയായവൾ യേശുവിന്റെ വർത്തമാനം കേട്ടു. और वो यीशु मसीह के बारे में उसने सुना. ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ. हालेलुया. നിന്റെ ഏറ്റവും വലിയ ക്രൈസിസിൽ ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ് അവനെ കുറിച്ച് അറിയാൻ ഒരു അവസരത്തെ. और तेरी सबसे बड़ी तकलीफ में परमेश्वर एक कार्य को करता है कि वो उसके बारे में जानने के लिए तुझे एक अवसर देता है. ഞാൻ എന്താ ഇവരുടെ പവർ വിഷനകത്ത് കുറെ ആളുകളെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. और पावर विजन में कुछ लोगों को इंटरव्यू लेने का एक ऐसा प्रोग्राम था. അതിനകത്ത് ഞാൻ വലിയ ഒരു അഭിഷിക്തനായ ഒരു ദൈവദാസനെ പ്രായമായി അദ്ദേഹത്തെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ और वहां पर एक बड़े प्रभु के अभिषिक्त को जब मैंने इंटरव्यू लिया, അദ്ദേഹം എന്നോട് പറഞ്ഞ അനുഭവം ഭയങ്കരമാണ്. उसने जो मुझसे कहा वो अनुभव बहुत ही भयंकर है. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അന്ന് പിതാവ് ഒരു സമുദായത്തിലെ വലിയ ഒരു പൊസിഷനിലുള്ള ആളാണ്. उसने कहा कि पिता समाज में एक बहुत ही उच्च स्तर का व्यक्ति है. ഈ ചെറുപ്പക്കാരൻ ഡിഗ്രി ഒക്കെ പാസ്സായി ദിവസം 10 പാക്കറ്റ് സിഗരറ്റ് വലിക്കും. और वो जवान जो है वो अपनी पढ़ाई पूरी करने के बाद रोज 10 पैकेट वो सिगरेट पीता है. ഇപ്പൊ അദ്ദേഹത്തിന് 90 വയസ്സിന് മേളിൽ പ്രായമുണ്ട്. अभी उसकी 90 साल से ऊपर उम्र है. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് 10 സിഗരറ്റ് അല്ല 10 പാക്കറ്റ് സിഗരറ്റ് വലിക്കും. वर्षों पहले की बात है, ये 10 सिगरेट नहीं 10 पैकेट सिगरेट प्रतिदिन पिया करता था. അന്ന് ആ കാലത്തൊന്നും പെന്തക്കോസുകാരൊന്നും അധികമില്ല. उन दिनों में पेंतिकोस वाले लोग ज्यादा नहीं थे. അദ്ദേഹം കടയിൽ നിന്ന് ഈ 10 പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചു ഇങ്ങോട്ട് വരുമ്പോ और वो दुकान से जब 10 पैकेट सिगरेट लेकर आ रहा था, അയൽപക്കത്ത് ഒരു വീടിന്റെ മുറ്റത്ത് ചെറിയ ഒരു മീറ്റിംഗ് നടക്കുക. और घर के एक बाहर आंगन में और उसके घर के पास एक आंगन में एक छोटी सभा का आयोजन हो रहा है. അദ്ദേഹം ഇങ്ങനെ മാനസികമായ ഒരുപാട് പ്രശ്നത്തിലായിട്ട് മരിച്ചാ മതിയെന്ന് കണ്ടിങ്ങനെ ചിന്തിച്ച് നടക്കുന്ന ഒരു സമയം. मानसिक रूप से बहुत ही समस्याओं में था, मर जाना है सोच कर वो इस दौर से गुजरने वाला समय. ഹല്ലേലൂയ. ഹല്ലേലൂയ. സിഗരറ്റ് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ മുറ്റത്ത് നടക്കുന്ന കൺവെൻഷൻ അദ്ദേഹം കണ്ടു. और सिगरेट खरीद कर जब वो लेकर आ रहा था, सामने में होने वाली घर के सामने होने वाली सभा को उसने देखा. അന്നൊക്കെ ഇതുപോലെ ലൈറ്റ് ഇല്ല, പെട്രോമാക്സ് പോലത്തെ ചെറിയ ലാമ്പാണുള്ളത്. उन दिनों में इस प्रकार की लाइट नहीं हुआ करती थी, पेट्रोमैक्स के समान छोटी लाइटें हुआ അപ്പൊ करती. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇരുട്ടത്തോട്ട് പതിയെ മാറി നിന്ന് റോഡ് സൈഡില് ഇരുട്ടുള്ളിടത്ത് നിന്നിട്ട് ഇങ്ങനെ കൈ പുറകിൽ കെട്ടി നിന്ന് ഇവർ പറയുന്നത് കേൾക്കുക. और ये जवान जो है अंधेरे में खड़े होकर वो अपने हाथों को पीछे बांधकर इस प्रकार से ये लोग जो कह रहे हैं वो बातों को सुन रहा था. അപ്പൊ ഒരു കാരണവശാലും ആ വീട്ടുമുറ്റത്ത് നിൽക്കുന്നവർക്കോ പ്രസംഗിക്കുന്ന
പ്രസംഗിക്കുന്ന ആളിനോ ഈ മനുഷ്യനെ കാണാൻ तो പറ്റത്തില്ല. किसी भी कारण से ये प्रचार करने वाले या उस घर के आंगन में खड़े लोग उस व्यक्ति को नहीं देख पा रहे थे. അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ 10 പാക്കറ്റ് സിഗരറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ ഇരുട്ടിന്റെ മറവിൽ ഇങ്ങനെ പതിയെ ഇങ്ങനെ നിന്ന് ശ്രദ്ധിക്കുക. और वो व्यक्ति जो है वो अंधेरे में छिपा हुआ वो 10 पैकेट सिगरेट लेकर वहां खड़े इनकी बातों को सुन रहा है. പക്ഷേ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ മുമ്പോട്ട് നീങ്ങി എന്ന് പറയാണ്, ഇരുട്ടിന്റെ മറവിൽ നിൽക്കുന്ന യൗവനക്കാരാ, ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. और ये प्रचार करने वाला परमेश्वर थोड़ा आगे बढ़कर इस प्रकार से कहा, अंधेरे में छिपे हुए जवान, परमेश्वर को तो तेरी जरूरत है. ആമേൻ. आमीन. हालेलुया. ജീവിതത്തിൽ നിരാശ വന്നിട്ട് ജീവിതം ഒടുക്കിക്കളയാം, ജീവൻ ഒടുക്കാമെന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ അയൽവക്കത്ത് ഒരു കൺവെൻഷൻ കൊണ്ടുവച്ചിട്ട് और जीवन में निराशा के समय में, निराशा में जब वो व्यक्ति है जीवन को समाप्त कर दिया, ऐसे समय में आंगन में एक कन्वेंशन सभा का आयोजन करते हैं. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമില്ല. കൊച്ച വീട്ടുമുറ്റത്തുള്ള ഒരു ചെറിയ 50 കസേര ഇട്ട് കാണും, അല്ലെങ്കിൽ പായൊക്കെ ഇട്ടിട്ട് 10, 50, 20 അല്ലെ 30, 20 പേര് മാത്രമുള്ള ഒരു ചെറിയ മീറ്റിംഗ്. उस समय की सभाएं ऐसी नहीं होती थी, लेकिन उस समय में आंगन में ही दरी बिछा देते थे या 10-50 कुर्सियां बिछाकर एक छोटी सभा. അവിടെ നിന്നാണ്ട് പ്രസംഗിക്കുമ്പോൾ ആ മനുഷ്യനെ സിഗരറ്റ് വാങ്ങിച്ചിട്ട് അതിലേ ദൈവം കൊണ്ടുവരിക. और जब वहां वो प्रचार कर रहा था, प्रचार करते समय वो व्यक्ति वहीं से सिगरेट खरीद के जा रहा था. കൊണ്ടുവന്നിട്ട് നോക്കിക്ക്, അവിടെ നിൽക്കുന്ന പ്രസംഗിക്കുന്ന മനുഷ്യനോട് ഇരുട്ടിൽ നിൽക്കുന്ന മനുഷ്യനെ കാണിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഒരു ദൂത് പറയിക്കും. और प्रचार करने वाले व्यक्ति को परमेश्वर ने ऐसा कर दिया कि अंधेरे में खड़े हुए व्यक्ति के लिए एक संदेश बोलने के लिए तैयार किया. അദ്ദേഹം ഈ ദൂത് കേട്ടുകൊണ്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇരുട്ടത്തോട്ട് പുറകോട്ട് മാറി. और ये संदेश सुनने के बाद वो जवान और थोड़ा अंधेरे में हो गया. ആ പ്രസംഗിക്കുന്ന മനുഷ്യൻ പിന്നെയും കുറച്ചുകൂടെ ചൂട് മുന്നോട്ട് വെച്ചു. और प्रचार करने वाला व्यक्ति थोड़ा और आगे कदम बढ़ाने लगा. എന്നിട്ട് വീണ്ടും വിളിച്ചു പറഞ്ഞു, അവിടെ നിൽക്കുന്ന, അവിടുന്ന് മാറിപ്പോകുന്ന യൗവനക്കാരാ, നിന്നോടാണ് ദൈവം സംസാരിക്കുന്നത്. और फिर वो कहने लगा कि वहां तू जो छिप कर पीछे जा रहा है जवान, तुझसे ही परमेश्वर बातचीत कर रहा है. നിന്റെ ജീവിതം ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. तेरा जीवन परमेश्वर के लिए है. അദ്ദേഹം ആകെ അസ്വസ്ഥനായി. और वो बहुत ही अस्वस्थ हो गया. അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കാണ്, और उस व्यक्ति ने मुझसे कहा, അവിടുന്ന് തിരിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങി ഇടവഴിയിലൂടെ നടക്കുമ്പോ ഈ കയ്യിലിരുന്ന 10 പാക്കറ്റ് സിഗരറ്റും കൂടെ पिशाच എന്ന് പറഞ്ഞ് താഴോട്ടിട്ട് അതേ ചവിട്ടി. और उसने कहा, जब मैं एक सकरे मार्ग से घर की ओर प्रवेश कर रहा था, उसी समय मैंने 10 पैकेट सिगरेट को चला जा शैतान बोलकर फेंक दिया. അതിനുശേഷം ഒരിക്കൽ പോലും പിന്നെ അദ്ദേഹം സിഗരറ്റ് തൊട്ടിട്ടില്ല. उसके बाद उसने कभी भी सिगरेट का सेवन नहीं किया. നമ്മൾ പറയത്തില്ല, സിഗരറ്റ് വലി 10 പാക്കറ്റ് ഒരു ദിവസം വലിക്കുന്നവന് ഭയങ്കര അഡിക്ഷനാ, അതിന് രക്ഷപ്പെടാൻ പ്രയാസമാണ്, അത് 5 ആക്ക്, അത് 3 ആക്ക്, 2 ആക്ക്, 1 ആക്ക് എന്നൊക്കെ പറയത്തില്ലേ. ഒന്നും വേണ്ട, ദൈവം വിടുവിച്ചത് തന്നെയാണ്. और हम कहते हैं कि जो 10 पैकेट सिगरेट पीता है उसे सिगरेट छोड़ने में बड़ी तकलीफ होगी. पहले वो 5 पैकेट पिएगा, फिर 2 पैकेट पिएगा, फिर 1 पैकेट पिएगा, इस प्रकार से छुड़ाएगा. ऐसा नहीं है. यदि परमेश्वर चाहे तो एक ही बार में उसे छुड़ा देगा. ആമേൻ. आमीन. അദ്ദേഹം വീട്ടിൽ പോയി. പിന്നെ ഇങ്ങനെ സ്വസ്ഥതയില്ലാതിരിക്കുക, ഈ ശബ്ദമെല്ലാം കേട്ടിട്ട്. और वो फिर घर में गया और उसके बाद ये आवाज सुनने के बाद अब उसको शांति नहीं थी. അപ്പൊ ആ ദിവസങ്ങളിലാണ് ഈ ഒരു 2 ബെന്തക്കോസ് സഹോദരിമാര് അപ്പുറത്തെ വീട്ടിൽ താമസിക്കാൻ വന്നു. और उन्हीं दिनों में 2 पेंतिकोस चर्च जाने वाली बहनें उसके पास के घर में रहने के लिए आई. അപ്പൊ പിറ്റേ ദിവസം ഇവർ ആ വീട്ടിൽ കയറി വന്ന് പരിചയപ്പെട്ടൊക്കെ കഴിഞ്ഞിട്ട് ആ വീട്ടിലുള്ള ഈ ചെറുപ്പക്കാരന്റെ അമ്മയോട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഇന്ന സ്ഥലത്തുണ്ട്, ഇഷ്ടമുണ്ടെങ്കിൽ വരണമെന്നൊക്കെ പറഞ്ഞു. और दूसरे दिन फिर वो बहनें इस परिवार में आई, इस भाई के घर में आकर कहने लगी कि एक जगह हमारी मीटिंग होने वाली है, आप लोग जरा आना करके इस प्रकार परिचय करके कहा. ഈ ചെറുപ്പക്കാരൻ തന്റെ അമ്മയോട് പറഞ്ഞു, ഞാന് പിന്നെ ആ മീറ്റിങ്ങിന് പോകുമെന്ന് പറഞ്ഞു. और उस जवान ने कहा कि हाँ मैं उस सभा में जाऊंगा. അമ്മ പറഞ്ഞു, നീ വളരെ ചിന്തിച്ചു പോകണം, നമ്മളിവിടെ മാർത്തോമാ സഭയിലെ അംഗങ്ങളൊക്കെയാണ്, നിന്റെ അപ്പൻ അതിനകത്ത് ട്രസ്റ്റിയൊക്കെയാണ്, അവിടെ പോകുന്നതിനൊക്കെ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തതിനൊക്കെ പോകുന്നത്. और उस माता जी ने कहा कि बड़े ध्यान से जाना, हम यहाँ के चर्च के जो वहाँ का तेरा पिता ट्रस्टी है और इस प्रकार से बड़ा सोच समझ के जाना. പക്ഷെ പരിശുദ്ധാത്മാ ഈ മനുഷ്യനെ ഉദ്യമിപ്പിക്കുക. लेकिन पवित्र आत्मा इस मनुष्य को और ज्यादा तैयार कर रहा था. എന്നിട്ട് ഈ മനുഷ്യൻ അന്ന് രാത്രി കുറച്ച് ദൂരമുണ്ട്, അവിടെ പോയി ആ സ്ഥലത്ത് പോയി. और वो मनुष्य उस स्थान पर गया, उस दूर के स्थान पर.
അതുപോലെ തന്നെ ഒരു ചെറിയ കൺവെൻഷൻ ഒരു വീട്ടുമുറ്റത്ത് നടക്കും. वैसा ही एक घर के सामने एक छोटा कन्वेंशन सभा हो रहा था. ആ കൺവെൻഷൻ തീരുന്ന സമയം അന്നൊക്കെ ഇതുപോലല്ല, രാത്രി 11 മണിയൊക്കെയാണ്. और उस समय की सभा जो समाप्त होती थी आज के जैसा नहीं, वो रात के 11 बजे समाप्त होती. ഈ കൺവെൻഷൻ തീരുന്ന സമയത്ത് ഈ മനുഷ്യൻ എഴുന്നേറ്റ്, ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് എന്ന് കരഞ്ഞുകൊണ്ട് ആ പാസ്റ്ററോട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. और जब ये सभा की समापन हुआ तो ये जवान रोते हुए खड़ा हुआ और उसने पास्टर से कहा, पास्टर मुझे बपतिस्मा लेना है. ഹല്ലേലൂയ. हालेलुया. പാസ്റ്റർക്ക് ഈ മനുഷ്യനെ അറിയത്തില്ല, പരിചയമില്ല. പാസ്റ്റർ പറഞ്ഞു, നമുക്ക് പിന്നെ ഒന്ന് ചിന്തിച്ചിട്ട് മറ്റൊരു ദിവസം നമുക്ക് നടക്കാം, ഇപ്പോൾ രാത്രിയല്ലേ എന്ന് പറഞ്ഞു. और पास्टर ये मनुष्य को नहीं जानता था, इसलिए पास्टर ने कहा ठीक है, अभी आज तो रात हो गई है, हम सवेरे उस कार्य को करेंगे. നിങ്ങൾക്കറിയാമോ എന്ത് സംഭവിച്ചെന്ന്? आपको मालूम है क्या हुआ? ആ വീടിന്റെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വിദ്യാഭ്യാസമില്ലാത്ത ഒരു കൊച്ചു പെൺകുട്ടി ഇംഗ്ലീഷിൽ പ്രവചിച്ചുകൊണ്ട് ഇറങ്ങി വന്നിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു, ഇവനെ ഞാൻ തെരഞ്ഞെടുത്ത എന്റെ ദാസനാണ്, ഇവനെ സ്നാനപ്പെടുത്താൻ നീ മടിക്കരുത്. और उस घर में उस पासवान उस जहाँ सभा हो रही थी वो घर में एक काम करने वाली छोटी बच्ची आकर अंग्रेजी में भविष्यवाणी करने लगी और कहने लगी, ये जवान, उसने परमेश्वर की आत्मा में होकर कहा, ये जवान मेरे लिए है और प्रभु के दास तू इसको बपतिस्मा देने से ना रुकना. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. നോക്കിയേ, ദൈവം ഒരു വ്യക്തിയെ പിടിച്ചെടുത്ത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏതെല്ലാം വിധത്തിലാണെന്ന് ചിന്തിച്ചു. देखो परमेश्वर एक व्यक्ति को बचाने के लिए कौन कौन से तरीके को इस्तेमाल करता है. देखिए ഈ കൊച്ചു പെണ്ണ്, 8-9 വയസ്സുള്ള പെണ്ണ്, ഇവൾ ഐസൽ സ്കൂളിൽ പോയിട്ടില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത പെണ്ണ്, ഇവൾ മലയാളത്തിൽ പ്രവേശിച്ചിരുന്ന ആളുകൾ വിചാരിക്കും ഇവര് ബുദ്ധിയിൽ പറയുകയാണെന്ന്. और ये छोटी सी लड़की जो कभी भी पढ़ाई के लिए नहीं गई, 8-9 साल की लड़की, और जो कभी पढ़ाई नहीं करती है, जो मलयालम में बोली रहती तो लोग कहते कि ये बुद्धि से बोल रही, लेकिन अंग्रेजी में वो भविष्यवाणी करने लगी. ഹല്ലേലൂയ. ഇവൾ ഇംഗ്ലീഷിൽ പ്രവചിച്ചു പറയാണ്, ഇവൻ ഞാൻ തെരഞ്ഞെടുത്ത എന്റെ ദാസനാണ്, ഇവനെ സ്നാനപ്പെടുത്തുന്നതിന് നീ മടിക്കരുത്. और इस प्रकार से वो भविष्यवाणी करके कहने लगी कि ये चुना हुआ मेरा दास है, इसको बपतिस्मा देने के लिए तू पीछे ना हटना. ഹല്ലേലൂയ. हालेलुया. ഇന്ന് ലോകം അറിയപ്പെടുന്ന അതിശക്തനായ ഒരു അഭിഷിക്തനാണ് അദ്ദേഹം. और आज संसार जानते हैं ऐसा एक बड़ा अभिषिक्त व्यक्ति वो बन गया ഞാൻ है. പറഞ്ഞതിന്റെ സാരം, യേശു കർത്താവിനെ വിളിച്ചത് യായിറോസ് ആണ്, പോകുന്നത് യായിറോസിന്റെ വീട്ടിലേക്കാണ്. എന്നാൽ ഒരു ചതഞ്ഞ ഓട, ഒരു പുകയുന്ന തിരി അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് യേശു പോകുന്നത് ഇവളുടെ വീടിന്റെ അടുക്കൽ കൂടെയാണ്. और देखिए ये याइरोस ने बुलाया है और वो यीशु मसीह वो याइरोस के घर में जा रहा है, लेकिन अभी वो जो जहां से गुजर रहा है वहां पर एक स्त्री है. ഹല്ലേലൂയ. हालेलुया. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയാ, നീ തകർന്നിരിക്കുമ്പോൾ, മുറിവേറ്റിരിക്കുമ്പോൾ, മതിയെന്ന് പറയുമ്പോൾ നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവന്റെ വർത്തമാനം നിന്നെ കേൾപ്പിക്കുകയാണ്. और टूटे और कुचले हृदय से बैठे हुए मेरे जवान प्रिय भाई बहनों, यदि आप सोचते हैं ऐसे समय में कि अरे मैं टूटी हुई, आपके लिए परमेश्वर यहाँ पर आया है. ആർക്ക് നിന്നെ വേണ്ടെങ്കിൽ എന്റെ യേശുവിനെ നിന്നെ വേണം. कोई यदि आपको नहीं चाहता है फिर भी मेरा यीशु आपको चाहता ഈ സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. है. इस स्त्री ने यीशु की आवाज सुनी. അപ്പൊ അന്ന് വരെയും എവിടെയെല്ലാം പോയിട്ടും രക്ഷപ്പെടാൻ കഴിയാതെ പരവശിയായി, ഫിനാൻഷ്യലി തകർന്ന്, മാനസികമായി തകർന്ന്, ശാരീരികമായി തകർന്ന്, സമൂഹത്തിൽ ഒറ്റപ്പെട്ടവളായ ഇവൾ യേശുവിന്റെ വർത്തമാനം കേട്ടു. और उस समय तक यहाँ वहां गई, आर्थिक रूप से वो परेशान हो गई, शारीरिक रूप से परेशान हो गई, मानसिक रूप से परिवार परेशान होकर टूटी हुई ये स्त्री ने यीशु मसीह की आवाज को सुना. നിങ്ങൾ ഈ സ്ത്രീ ഒന്ന് ശ്രദ്ധിച്ചേ. आप इस स्त्री पर जरा ध्यान दें. സ്വന്തം ഭവനത്തിനകത്ത് നമുക്ക് പ്രവേശിക്കാനൊക്കെ, स्वयं के भवन में भी वो प्रवेश नहीं कर सकती. സ്വന്തം ഭർത്താവിന്റെ മുറി പങ്കിടാനൊക്കെ, स्वयं पति के साथ वो नहीं रह सकती. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ആഹാരം വിളമ്പി കൊടുക്കാൻ, स्वयं बच्चों को भोजन नहीं परोस सकती. കുടുംബത്തിലെയോ നാട്ടിലെയോ ഒരൊറ്റ സൽക്കർമ്മങ്ങൾക്ക് അവൾക്ക് കടക്കാനൊക്കെ തരും. परिवार या घर के या आस पड़ोस के लोगों के किसी भी त्योहार में वो नहीं जा सकती. ഹല്ലേലൂയ. हालेलुया. മാനസികമായി ഇവൾ തകർന്നവളാണ്. मानसिक रूप से ये टूटी हुई है, ശാരീരികമായി ഇവൾ തകർന്നവളാണ്. शारीरिक रूप से भी ये टूटी है. നോക്കിക്കേ, സാമ്പത്തികമായി അവൾ ഇന്ന് സീറോയ്ക്ക് താഴെയാണ്. देखिए आर्थिक रूप से ये शून्य से भी नीचे है. അവൾ ഉള്ളതെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തു. उसने अपना सब कुछ बेच कर वैद्यों पे खर्च कर दिया. എന്ന് പറഞ്ഞ അതിന്റെ ലാസ്റ്റ് വന്ന് നിൽക്കുമ്പോഴാണ്
യേശുവിന്റെ വർത്തമാനം കേട്ടത്. कहने का मतलब जो अंतिम छोर में आकर खड़ी थी, तब उसने यीशु की आवाज को सुना. എന്ത് വർത്തമാനമാ കേട്ടത്? यीशु के बारे में क्या उसने सुना? ഈ നസ്രായന്റെ അടുത്ത് ചെല്ലുന്നവർക്കൊക്കെ വിടുതലുണ്ട്. नासरत के पास जाने वालों के पास, इस नासरी के पास जाने वालों के लिए छुटकारा है. അവിടെ ദേ പക്ഷവാതക്കാരൻ സൗഖ്യമായി, और वहां देखो लकवे का मारा हुआ चंगा हो गया, സൗഖ്യമായി, एक दूसरा कोढ़ी चंगा हो അവിടെ गया, ഒരു കുരുടൻ സൗഖ്യമായി. वहां पर एक अंधा ठीक ഇങ്ങനെ हो गया. കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അങ്ങനെ സൗഖ്യമാക്കുന്നവൻ ദാ എന്റെ വീടിന്റെ അടുത്തൂടെ പോവാ. और इतना ही वो सुन नहीं रही थी, लेकिन वो जो चंगा करने वाला है, ये देख मेरे घर के सामने से गुजर रहा है. ദൈവം നിനക്ക് രക്ഷപ്പെടാൻ അവസരം തരും. परमेश्वर आपको बचने का अवसर देता है. ലോകം നിന്റെ അവസരങ്ങളെ നിഷേധിക്കുമ്പോൾ और എന്റെ ദൈവം നിനക്ക് അവസരം തരുന്ന ദൈവമാണ്. जब संसार आपके अवसर को रोकता है, आप मेरा परमेश्वर आपको अवसर देता है. ഹല്ലേലൂയ, हालेलुया, ആമേൻ, आमीन, ഹല്ലേലൂയ. हालेलुया. അതുകൊണ്ട് നോക്കിക്കേ, ഈ ലോകത്തിന്റെ പുറകെ പോകണ്ട. इसलिए देखिए, संसार के पीछे ना जाए നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. और तू परमेश्वर के मुख की ओर देख ले. വലിയ പ്രതിസന്ധിയിലെ പ്രതികൂലത്തില് കൂടെ ശാരീരികമായിട്ട് സൗഖ്യമില്ലാതെയൊക്കെ പോകുന്ന ഒരു ദൈവദാസൻ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സാക്ഷ്യം പറഞ്ഞു. और बीते दिनों में बहुत दुख और तकलीफ के साथ शारीरिक क्लेशों से गुजरने वाले एक प्रभु के दास ने मुझसे गवाही में कहा, എന്നോട് പറഞ്ഞു, കർത്താവിന്റെ ദാസി, എനിക്ക് ശരീരത്തിന്റെ സുഖം, യാത്ര ചെയ്യാൻ സൗകര്യം ഉള്ളപ്പോൾ പോകുന്നതിൽ അതിൽ എത്രയോ മടങ്ങ് എന്റെ പ്രാർത്ഥനപ്പായൽ ദൈവം എന്നെ അനുഗ്രഹിച്ചത്. और प्रभु की दासी में मेरी शारीरिक अवस्थाओं में जो मैं नहीं गुजर पाता हूँ, लेकिन मैं प्रार्थना में मैं जो चटाई में बैठकर प्रार्थना करता हूँ, परमेश्वर मुझे कितना संभाल रहा है. ഏലിയാവിന്റെ ദൈവവും ഏലിയാവിന്റെ കാക്കയും ഇന്നും ഉണ്ട്. एलिया का परमेश्वर और एलिया का कौवा आज भी है प्रियो. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. എന്തോ ഒറ്റ കാര്യമേ ഉള്ളൂ, ഏലിയാവുമാരില്ലാത്തതിന്റെ പ്രശ്നമേ ഉള്ളൂ. और बस इतनी समस्या है कि एलिया लोग नहीं है अभी. ഇവിടെ യേശുവിന്റെ വർത്തമാനം കേട്ടു. और यहाँ इसने यीशु की बातचीत എനിക്ക് को सुना, പറയാൻ यीशु के बारे में सुना. ഇഷ്ടപ്പെട്ടതിനൊരു കാരണമുണ്ട്. और मुझे ये पसंद आई, इसका एक कारण है. ഇത്രയും തകർന്നിരിക്കുന്ന ഇവള്, इतनी टूटी हुई है അവൾക്ക് വളരെ പോസിറ്റീവായിട്ടൊരു മൈൻഡ് ഉണ്ട്. और उसके पास एक सकारात्मक विचार है. നോക്കിക്കേ, നമ്മളാണെങ്കിൽ പറയാം, ഓ ഇനി അതിന്റെ പുറകെ പോകാൻ. हम होते तो कहते ओह अब इसके पीछे क्या जाए, എവിടെല്ലാം പോയി. कहाँ कहाँ ഈ गई. നസറായൻ എന്നാ ഡോക്ടറോ വല്ലോ ആണോ? ये क्या नासरत का यीशु क्या कोई ഇവന്റെ डॉक्टर അടുത്ത് है? പോകാഞ്ഞിട്ട്. अब इसके पास भी जाने की कमी है. മാത്രമല്ല, ഈ നാട്ടുകാരുമെല്ലാം ഞാൻ അവിടെ ചെല്ലുന്ന കണ്ട അവരെന്നെ എറിഞ്ഞു കൊല്ലും. और सिर्फ इतना ही नहीं, देश वाले यदि देख ले मैं उसके पास जाते हुए मुझे पत्थरवा करके मार डालेंगे. നിങ്ങൾ നോക്കത്തെ, രക്തസ്രാവം ഉള്ളവൾ പുറത്തു വന്ന് അവളെ തൊടുന്നവരൊക്കെ അശുദ്ധരാകുമെന്ന് അവളുടെ സമൂഹവും അവളുടെ നിയമവും അവളെ പഠിപ്പിക്കുമ്പോൾ, देखिए, जब उनका समाज इस बात को नहीं सिखाता है कि लहू बहने वाली स्त्री के पास यदि जाए तो वो व्यक्ति भी अशुद्ध हो जाएगा, ऐसे सिखाते समय വലിയൊരു പുരുഷാരത്തിന്റെ കൂടെ പുരുഷാരം പുറകെ ഉള്ള യേശുവിന്റെ പുറകെ പോകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ റിസ്കാ. और एक ऐसी बड़ी भीड़ जो यीशु मसीह के पीछे चल रही है, उसके पीछे जाना बोलने से ये तो बहुत बड़ी खतरनाक बात है. ആരെങ്കിലും ഇവിടെ തിരിച്ചറിഞ്ഞെങ്കിൽ यदि किसी ने भी इसे पलट कर पत्थरवाह कर दिया നിർദ്ദയമായിട്ട് ഇവിടെ എറിഞ്ഞു കൊന്നുകളയും. और तो सही में इसे पत्थरवाह करके मार डाले. ഹല്ലേലൂയ. हालेलुया. പിടിക്കപ്പെട്ടാൽ ആരെങ്കിലും കാണുക എന്നുള്ള ഭയങ്കര റിസ്കാ. और तो पकड़ा ना जाए, इसलिए ये बहुत बड़ा एक रिस्क പക്ഷേ है. ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിക്കേ, लेकिन बड़ा ध्यान से आप റിസ്ക് എത്ര വലുതാണോ അതിലും വലുതായി ഇവളുടെ ഹോപ്പ്. और इसकी बीमारी जितनी बड़ी है उससे बड़ी है इसकी आशा. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. ഇവിടെ റിസ്ക് എല്ലാം കൊടുത്ത് എടുത്ത് ഒരു എന്താ തുലാസിൽ വെച്ചാൽ, और यदि इसकी सारी बीमारियों को लेकर एक तराजू में रखें, മറുവശത്ത് ഇവളുടെ ഹോപ്പ്, ഇവളുടെ പ്രത്യാശ, രക്ഷപ്പെടുമെന്നുള്ള ആശ എടുത്ത് മറുവശത്ത് വെച്ചാൽ അതിനായിരിക്കും തൂക്കം കൂടും. और दूसरी तरफ इस तराजू में यदि इसकी आशा को लेकर रखा जाए तो ज्यादा भार इस आशा में होगा. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന രക്തസ്രാവക്കാരി നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുന്നു. मरकुस सच्चे सुसमाचार के 5वें अध्याय में लहू बहने वाली स्त्री के विषय में जो हम देखते हैं वो एक पाठ में सिखाती है. നിന്റെ ജീവിതത്തിലെ റിസ്കിനെ കഴിഞ്ഞും പ്രതിസന്ധിയെ കഴിഞ്ഞും വലുതായിരിക്കണം നിന്റെ ജീവിതത്തിലെ ആശ, പ്രത്യാശ. तेरे जीवन की बीमारी और विपरीत परिस्थितियों से बढ़कर होनी चाहिए तेरी आशाएं. മതിയെന്ന് പറയാൻ, ഗീവ് അപ്പ് ചെയ്യാൻ, വേണ്ട എന്ന് പറയാൻ അതിന് പ്രത്യേക കഴിവൊന്നും വേണ്ട. और नहीं चाहिए, ठीक नहीं है, ये कहने के लिए बड़ी योग्यता की जरूरत नहीं है. ഒരു ചാൻസ് കൊണ്ട് എടുക്കാൻ, രക്ഷപ്പെടുമോന്ന് നോക്കാൻ അതിനാണ് നമുക്ക് വേണ്ടിയ
കഴിവ്. और एक बार और हम सोच लें वो बच जाने के लिए, इसके लिए हमें योग्यता की जरूरत ഇവിടെ है. പറയാണ് ഈ പുരുഷാരത്തിന്റെ ഇടയിലൂടെ ചെന്ന് യേശുവിനെ തൊടാൻ പറ്റത്തില്ല, പക്ഷേ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. और इस प्रकार से वो सोच रही है कि इस भीड़ के बीच में जाकर मैं यीशु मसीह को छू नहीं पाऊंगी, लेकिन यदि उसके वस्त्र के छोर को ही छू लूंगी तो मैं चंगी हो ഇപ്പൊ जाऊंगी. ഒരു പ്രവാചകൻ അവിടെ തലേ കൈ വെച്ച് പറയുന്ന ആലോചനയല്ല. ये भविष्यवक्ता उसके सिर पर हाथ रखकर कहने वाला संदेश नहीं है. പ്രതിസന്ധിയുടെ